ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. തീ പോലും കത്തിക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള കണ്ട ഈ ഒരു വലുപ്പത്തിലുള്ള 9 ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 10 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കഴിക്കുന്നതിലും നല്ലത് ഇതുപോലെ എന്തെങ്കിലും ചെറിയ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് തൊലി കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ചെറുപഴം നിങ്ങൾക്ക് ഏതും എടുക്കാം കേട്ടോ. മൈസൂർ പഴമോ ഞാലിപ്പൂവനോ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരച്ച് ശർക്കര ചീകിയിട്ട് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല പോലെ തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് പാല് ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല തണുപ്പിച്ച പാലാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി തണുപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ തണുപ്പില്ലാത്ത പാലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പോലെ പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പഴമൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ ചൂടത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്